ആ തീരുമാനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ കൂടിയിരുന്നു കൊണ്ട് അംഗീകരിക്കുമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. പിന്നീടും പല വാഗ്ദാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ വിനയപുരസരം എനിക്ക് എന്റെ സമുദായ നേതൃത്വത്തോട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഈ നമ്മുടെ ഇടയിൽ ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. സമുദായത്തിന്റെ ഐക്യം കെട്ടുറപ്പ് ഇവിടെ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല എന്നത് അത് വസ്തുതയാണ്. അത് റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ്. റബ്ബിനോടുള്ള ഭയപ്പാട് ആരും സമസ്തയെ പഠിപ്പിച്ചു തരേണ്ടതില്ല. അതുകൊണ്ട് ആ തീരുമാനം നമുക്കിവിടെ നടപ്പിലാക്കണം. തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ വളരെ വിനയത്തോടെ പറയുകയാണ്. ആ സമസ്തയുടെ തീരുമാനം നടപ്പിലാക്കി ആ സംവിധാനം സമസ്തയുടെ മക്കൾ അവരുടെ ഊർജം, അവരുടെ സമ്പത്ത്, അവരുടെ എല്ലാം ചെലവഴിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അതിവിടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് സമസ്തയുടെ മക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ജമിയത്തുൽ ഉലമ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും തോറും അത് കൂടുതൽ ശക്തിയാർജിക്കുകയും കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കപ്പെടുകയും അതിന്റെ ശക്തിയും ഊർജവും ആർജവും വർദ്ധിച്ചു വരികയും അതിന്റെ യൗവനം പൂർവോപരി ശക്തമായി വളരുകയുമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കണ്ണുള്ളവർക്ക് മുഴുവനും കാണാൻ അവസരം നൽകിക്കൊണ്ടാണ് ഈ കുനിയയിൽ ഈ മഹാസാഗരം സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ തീർത്തിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സംഘടനയല്ല, അതൊരു പ്രത്യേക വിഭാഗമല്ല. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപമാണെന്ന് 60-ാം വാർഷികത്തിൽ നമ്മുടെ അഭിവന്യരായ ശൈഖുൽ മശായിഖ് ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്നവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപത്തെ സമൂഹത്തിന് കൃത്യമായി കാണിച്ചു കൊടുക്കുവാനും അതിനെതിരിൽ വരുന്ന സകലമാന കൂരമ്പുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ സത്തക്ക് കാവൽ നിൽക്കാൻ വേണ്ടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ സാദാത്യങ്ങളും ആരിഫീങ്ങളുമായ പണ്ഡിതന്മാർ സമൂഹത്തിന് സമർപ്പിച്ച മഹത്തായ ഒരു കോട്ടയാണ്, ഈമാനിന്റെ കോട്ടയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ ഈമാൻ